ഇന്നലെ ഞാൻ മഞ്ചേരങ്ങാടി നിന്ന് അരീക്കോട്ടങ്ങാടിക്കാണ് പോയപ്പോണ്ട് ഇളയൂര് പാറമെത്തിയപ്പോണ്ട് ഒരാൾക്കൂട്ടം. പാറമ്മൽ എവിടെയാന്ന് ചോദിച്ചാൽ പന്തളി ഗ്രൗണ്ടിന് നേരെ മുമ്പിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെയും നെയ്യാര പെട്രോൾ പമ്പിന്റെയും നടുവ്. അവിടെയാണ് ഇപ്പൊ നമ്മൾ ഈ ആൾക്കൂട്ടം കണ്ടത്. പടച്ച റബ്ബേ, എത്തപ്പെട്ട ഒരു ആൾക്കൂട്ടം കരുതി ഞാൻ ആ ബോർഡുമ്പക്കാണ് നോക്കുമ്പോണ്ടല്ലോ പൂക്കോട്ടൂർ സർബത്തും പീടിയാണ്. ഇളയൂര് പാറമത്തെ വർത്താനാണ്. അങ്ങനെ ഞാൻ പീടിയുടെ മുമ്പക്കാണ് നടന്നപ്പോണ്ട് ഒരു മൂലക്ക മാത്രം ഭയങ്കര തിരക്ക്. സുബ്ഹാനല്ലാ, എത്തപ്പെട്ട ഭയങ്കര തിരക്കച്ച് നോക്കുമ്പോണ്ട് കുൽക്കി സർബത്തിലെ പേരെടുത്ത പൂക്കോട്ടൂർ സർബത്തും പീടിയിലെ ബായി സർബത്ത് ഉണ്ടാക്കുക. ക്ലാസ് മോറിന് ചൊർക്കുന്നുണ്ട്. കുറച്ചു നേരം ഞാനും നോക്കുന്നു. പിന്നെ ഞാൻ കാണുന്നത് ഏത് മയത്തും വെയിലത്തും ഒരേ മാതിരി കുടിച്ചാൻ പറ്റിയ നന്നായി സർബത്ത് 3 ഗ്ലാസ്സുകൾ പാരിയ. പിന്നെ ചേർക്കാൻ പറ്റിയ ചേരുവൊക്കെ ചേർത്തിട്ട് മൂപ്പര് പണിയാണ് തുടങ്ങി. പിന്നെ ഞാൻ കാണുന്നത് ഈ ബോർഡാട്ടോ. അങ്ങനെ ഞാൻ എടുത്തുകാണ്ട് തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് ചില്ലുംപട്ടിന്റെ ഉള്ളില് വൈകുന്നേരത്തെ ചായ കൂട്ടാൻ പറ്റിയ കടിയാള. സമൂസ, ഉഴുന്നുവട, മസാല ബോണ്ട, റൊട്ടി അടിച്ചത്, പയമ്പൊരി, കട്ട്ലേറ്റ്, ടോസ്റ്റ്, മക്രോണി, മുളക് വെച്ചതും. ഇതൊക്കെ കണ്ടാണ്ട് എന്റെ തൊള്ളക്ക് നിപ്പൊട്ടുന്നില്ല. ഞാൻ നേരെ കജ്ജൊക്കെയാണ്ട് ഉള്ളിൽ പോയിരുന്നു. ചായക്കും കടിക്കും കാത്തുക്കണ നേരത്താണ് അങ്ങനെ തോന്നിയത്. പടച്ച റബ്ബേ, ഞാൻ ഇപ്പൊ കേരളത്തിലാണോ നേപ്പാളിലാണോ എത്തപ്പൻ തോന്നാൻ കാരണം ഇപ്പൊ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. എത്തല്ല, നമുക്ക് ചായയും കടിയും കൊടുക്കുന്നത് നേപ്പാളിലെ പെണ്ണുങ്ങളാട്ടോ. അപ്പൊ സ്ഥലം ഒന്നും കൂടി പറഞ്ഞുതരാം. ഇളയൂര് പാറമ്മലെ പൂക്കോട്ടൂർ സർബത്തും മറക്കണ്ട, ഇപ്പൊ തന്നെ പോയിക്കോളി.